ഇപ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് കൂടി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. സഞ്ജീവ്, ഗുഡ് മോർണിംഗ്. സഞ്ജീവ്, കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കിൽ നിന്നാണ് ഏതാണ്ട് 9 കിലോ 400 ഗ്രാം കഞ്ചാവ് റെയ്ഡിൽ പിടിച്ചു എന്നുള്ള വാർത്ത ഈ പ്രഭാതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എസ് എഫ് ഐ ഒരു ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി സംഘടനയാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നീക്കം ഈ കാര്യത്തിൽ എങ്ങനെയായിരിക്കും? നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ തന്നെ ഇത്ര കൂടുതൽ ഓളിയത്തിൽ കഞ്ചാവ് പിടിക്കുന്നത് ആദ്യ സംഭവമാണെന്ന് തോന്നുന്നു. ഒറ്റപ്പെട്ട സംഭവമായിട്ട് എടുക്കാമെങ്കിലും പല ക്യാമ്പസുകളിലും ഇത്തരം കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണമെന്ന് ഈ കളമശ്ശേരി നമ്മളോട് വിളിച്ചു പറയുന്നു. പറയൂ സഞ്ജീവ്. ഗുഡ് മോർണിംഗ്. ഇപ്പോ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതേറെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു രാവിലെ തന്നെ. ഒന്ന്, കളമശ്ശേരി പോളിയിൽ വിദ്യാർത്ഥികൾ ഹോളി ആഘോഷത്തിനാണ് ഇത്രയും മാസ് വോളിയത്തിൽ ഒരു കഞ്ചാവ് സൂക്ഷിച്ചതെന്ന് പറയുമ്പോൾ ആഘോഷങ്ങൾ പൂർണ്ണമായും ഇത്തരത്തിലുള്ള ലഹരികൾക്ക് വഴിമാറുന്നു എന്ന തരത്തിലേക്ക് സന്ദേശമാണ് പുറത്തെത്തുന്നത്. ഏറെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ അഭിമുഖീകരിക്കാനും കൂടുതൽ ഇതിനെതിരെ ലഹരിക്ക് എതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തന്നെയാണ് SFI തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളും അതിന് മുന്നോടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ മുന്നേ ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇപ്പൊ അത് ശക്തമാക്കി കൊണ്ടുവരാനാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇത് കൂടുതലായി ക്യാമ്പസുകൾ, കോളേജ് ക്യാമ്പസുകൾക്ക് പുറമെ സ്കൂൾ ക്യാമ്പസുകളിലേക്ക് എത്തിക്കാനാണ് ഈ ഡ്രഗ്സ് പെഡലേഴ്സ് കൂടുതലായി ആശ്രയിക്കുന്നത്. അവർ കൂടുതലായി ആശ്രയിക്കുന്നത് സ്കൂൾ ക്യാമ്പസുകളെ. കാരണം വിദ്യാർത്ഥികൾ 18 വയസ്സിന് താഴെയാണ്, ലീഗൽ ഫോർമാലിറ്റീസ് വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുമ്പോൾ കൂടുതലായി കാണാൻ കഴിയുന്നത് സ്കൂൾ മേഖലയിലാണ് കുട്ടികളെ കൂടുതലായി ഇത്തരം ലഹരി മാഫിയ സംഘങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടങ്ങളിൽ ഈ ഒരു നിയന്ത്രണം കൊണ്ടുവരാനും അവിടങ്ങളിൽ കൂടുതലായി ഇടപെടാനും കൂടിയുള്ള ഒരു അവസരമായി ഞങ്ങൾ കാണുന്നു. വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ സ്കൂൾ മേഖലയിൽ ഉണ്ടാവണം. അതിൽ മാധ്യമ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും ഒക്കെ ഞങ്ങൾ അതിലേക്ക് ക്ഷണിക്കുകയാണ്. സ്കൂൾ മേഖലയിലാണ് നമ്മളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്. മാത്രമല്ല, ഞാനൊരു 30 ദിവസം യാത്ര ഇതിനായിട്ട് നടത്തുക, നോട്ട് ടു വയലൻസ് ആൻഡ് നോട്ട് ടു ലഹരി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സഞ്ജീവ് വന്നിരിക്കുന്ന മറ്റൊരു കാര്യം, ഇതിലെ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജ് പിടിയിലായിട്ടുണ്ട്. അയാളെ പ്രതിയായിട്ട് തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. അയാൾ SFI പാനലിൽ ജയിച്ച ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ സമീപനം എന്തായിരിക്കും? കാരണം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സംരക്ഷിക്കാൻ ശ്രമിക്കില്ല എന്ന് ഞാൻ കരുതുന്നു. ഞാൻ നിങ്ങളുടെ സ്റ്റുഡിയോന്ന് ഇങ്ങനെ ഒരു കോൾ വന്നപ്പോൾ തന്നെ ഞാൻ എറണാകുളത്ത് വിളിച്ചായിരുന്നു. എനിക്ക് അവിടെ കണക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് ഈ പ്രതികളുടെ പശ്ചാത്തലം എന്നതിനെ കുറിച്ച് എനിക്കിപ്പോ വ്യക്തതയില്ല. എന്നിരുന്നാലും അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരൊന്നും ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ മേലെങ്കിൽ നിൽക്കേണ്ടവരല്ല. അവരിതിനെ മറയായി ഉപയോഗിക്കുന്നവരായിരിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊന്നും ഒരു ഘട്ടത്തിൽ പോലും ഒരു പിന്തുണയും പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ആ പിന്തുണ ഒരു ഘട്ടത്തിലും ഞങ്ങൾ ഉയർത്തുകയുമില്ല. അത്തരക്കാർക്ക് സാമൂഹ്യ പശ്ചാത്തലത്തിൽ തന്നെ സാമൂഹ്യ പരമായിട്ട് തന്നെ അവര് ഒറ്റപ്പെട്ടു പോകേണ്ട സ്ഥിതിയാണ്. കാരണം അത്രമേൽ ഭീകരമായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ സ്വാഭാവികമായും നമുക്കിതൊക്കെ ചെറുത്ത് തോൽപ്പിച്ചേ മതിയാകൂ. SFI എന്ന നിലയിൽ ആരെങ്കിലും അതിലുണ്ടെങ്കിൽ തീർച്ചയായും അത് അവർ ഈ പ്രസ്ഥാനവുമായി യാതൊരു ബന്ധം പിന്നീട് പുലർത്തുന്നത് മാത്രമല്ല, എങ്ങനെ അവർ ഇതിന്റെ ഭാഗമായി എന്നുകൂടി ഞങ്ങൾ പരിശോധിക്കും. തീർച്ചയായും അതിനെ തുടർ പരിശോധനകൾ ഉണ്ടാവും. അത് ഞങ്ങൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ നടത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥി സംഘടന നമ്മളൊരിക്കലും ഇക്കാര്യത്തിൽ കുറ്റം പറയില്ല. പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ വിദ്യാർത്ഥി സംഘടനയെ ഒരു മറയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരെ നമ്മൾ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. അതിന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു PS സഞ്ജീവ് നമുക്കൊപ്പം ചേർന്നതിന്.